ആലപ്പുഴ നെടുമുടിയിൽ പമ്പയാറ്റിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തി. ബാഗിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥികൾ കണ്ടെത്തിയത്. ചൂണ്ടയിടവേ കുട്ടികളാണ് ബാഗ് കണ്ടെത്തിയത്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചതായിരിക്കാം എന്നാണ് സംശയം. അസ്ഥികൾ മനുഷ്യന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഫൈസൽ അസീസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഫൈസൽ, അതായത് അസ്ഥികൾ കണ്ടെത്തിയത് മനുഷ്യന്റേതാണോ എന്നൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം അയക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് അസ്ഥികൾ ആരുടേതാണ്, മനുഷ്യന്റേതാണോ അതോ വല്ല മൃഗത്തിന്റേതുമാണോ എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ഫലം വന്നാൽ മാത്രമാണ് അസ്ഥികൾ ആരുടേതാണ് എന്തിന്റേതാണ് എന്ന് കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. ഏതായാലും മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥി കഷ്ണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ബാഗ് കണ്ടത്. ആലപ്പുഴ നെടുമുടി പമ്പയാറ്റിലായിരുന്നു ഈ സംഭവം. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചതാണെന്നാണ് സംശയിക്കുന്നത്. അസ്ഥികളിൽ പേന കൊണ്ടുള്ള മാർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചതാണ് എന്നുള്ളൊരു സംശയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഫോറൻസിക് പരിശോധനയ്ക്കായി അസ്ഥികൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം വരാനുള്ള കാത്തിരിപ്പിലാണ്. ശരി, ഫൈസൽ അസീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.